ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഡേ ഇൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മേഡം വന്ന ദിവസമാണ്. അപ്പൊ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി. നമ്മുടെ റൂമിൽ നിന്ന് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് നമുക്കപ്പൊ ലഞ്ച് ഇന്ന് നമ്മുടെ ലിസ കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്കിന്ന് ഒരു ഫിലിപ്പീൻ സ്റ്റൈലില് നമുക്ക് അത് കഴിക്കാം. പിന്നെ നമ്മ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് നല്ല ചൂടാണ് ഗൈസ്. ഹൈ, ഇവിടെ ആരുമില്ലല്ലോ. ലിസ അപ്പൊ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ചിക്കനാണ് അവള് കുക്ക് ചെയ്യണേ. ഗായ്സ്, അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രെഡും കോഫി ആക്കാം. ബ്രെഡ് നമ്മ ബട്ടറിൽ നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെക്കാം. ഗായ്സ്, അപ്പൊ നമുക്ക് കോഫി മാറ്റി ചായയൊക്കെ ഉണ്ട് കേട്ടാ. നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് ഒരു അൽഫാം അടിക്കാട്ടാ. നമ്മ കുറെ നാളായി അൽഫാം ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു അൽഫാം ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അൽഫാമിനുള്ള പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്ക് വൈകുന്നേരത്തൊക്കെ ആകുമ്പോഴത്തേനും മസാലയൊക്കെ പിടിച്ച് നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നോളും. നമുക്ക് മലയാളികൾക്ക് ചായ ഇല്ലാണ്ട് എന്ത് പരിപാടി അല്ലേ? അപ്പൊ നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടറിൽ മുക്കി പൊരിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അവിടെ സ്റ്റോറിൽ പോയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളത്തിടാം. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് വൈകുന്നേരം പൊരിക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കവർ ചെയ്യുന്നൊക്കെ പൊട്ടിച്ച് വെള്ളത്തിലേക്ക് എടുത്തിടാം. നമുക്ക് മസാലക്ക് വേണ്ടിയുള്ള പരിപാടികൾ നോക്കാം. ഗായ്സ്, നമ്മ എപ്പോഴും ഒരേപോലെ തന്നെയല്ലേ അൽഫാം ഉണ്ടാക്കണ. നമുക്ക് ഈ തവണ ഒരു വെറൈറ്റി പിടിക്കാം. നമുക്ക് ഈ തവണ ഒരു ഗോവൻ സ്പെഷ്യൽ ചിക്കൻ കഫ്രിയാൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഗായ്സ്, ഞാൻ ഇവിടെ കുറച്ച് മല്ലിയിലയും പുതിനയിലും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഗായ്സ്, അപ്പൊ നമ്മളെ മല്ലിയിലയും കുറച്ച് പുതിനയിലും കൂടി നമ്മൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ മസാല റെഡിയാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ തൊണ്ടോടുകൂടി തന്നെയാണ് ഇടണേ. നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചേക്കണാണ്. അപ്പേ നമ്മ വേവിക്കാൻ വെച്ചിരുന്ന സാധനമൊക്കെ വെന്തുണ്ട്. ഇത് നമ്മ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ടെക്സ്ചർ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മ നേരെ എടുത്ത് തണുത്ത വെള്ളത്തിന്, ഇത് തണുത്ത വെള്ളമാണേ, തണുത്ത വെള്ളത്തിന്റെ ഉള്ളിലേക്കാണ് ഇടണേ. ഉള്ളിൽ നിന്ന് ഇതൊക്കെ എടുക്കണം. അപ്പൊ നമ്മ വേവിച്ചെടുത്ത നമ്മുടെ ലീവ്സ് നമ്മ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ഒടിച്ചിടണേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക്, ഗ്രാമ്പു,
ഒരു ബേ ലീഫ്, പട്ട, ജീരകം, ഇതും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലെൻഡെല്ലാം നമ്മളിൽ മിക്സിയില്ല, അവിടെ ചോപ്പറാണുള്ളത്. നമ്മ ഉള്ള രീതിക്കൊക്കെ അതൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഈ സാധനം അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് അൽഫാം കട്ടാക്കി എടുക്കാം. വേറെ ഒന്നുമില്ല, നടുക്കുന്ന ഒരൊറ്റപ്പൊളി. നടുക്കുന്ന പൊളിക്കുക, കമത്തിയിടുക, ഊരക്കും 2 ഒട്ടി കൊടുക്കുക, വിങ്സിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്യുക. പറഞ്ഞേക്ക് ചിക്കനെ നമ്മ കാണ്ടാൻ മുണ്ടും വരഞ്ഞ വന്നിട്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ വാരി സെറ്റ് ചെയ്തിട്ട് റസ്റ്റ് ചെയ്യാൻ വെക്കാട്ടാ. ഇതിപ്പോ എന്താണ് നിന്റെ അൽഫാം ഇങ്ങനെ ഇരിക്കണെന്ന് ചെയ്യും. നമ്മ കട്ട് ചെയ്ത് വന്നതിനും അങ്ങനെ പോയി, എവിടെയൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. നമുക്കൊരു പ്ലേറ്റിനകത്തേക്ക് എടുത്തൊക്കെ ഇതിനെ. ഞങ്ങൾ കുറച്ച് മസാല ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തേച്ച് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ ഇറക്കി. തട്ടിക്കൂട്ടി വെക്കണാളാ എന്ന് ചോദിക്കും. അതെ ഗൈസ്, തട്ടിക്കൂട്ടി വെക്കണാണ്. ഗൈസ് നമ്മ മസാല മൊത്തം എടുത്തിട്ടാ, കുറച്ചിനകത്തുണ്ട്. നമുക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് മസാല ഇതിനകത്ത് വെച്ചേക്കാം. വൈകുന്നേരത്തേക്ക് അല്ലേ, അപ്പൊ ഒരു 3-4 മണിക്കൂർ എന്തായാലും റെസ്റ്റിംഗ് ടൈം കിട്ടും നമുക്ക്. റെസ്റ്റ് ചെയ്യാണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്. അപ്പൊ ഫ്രിഡ്ജ് തുറന്നതിനപ്പോ തന്നെയാണ് നമ്മ കഴിഞ്ഞ വട്ടം മേടിച്ച് തണ്ണിമത്തൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ. നമുക്കിന്ന് കുറച്ച് മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കിയാലോ? ചൂടൊക്കെ അല്ലേ, അപ്പൊ കുറച്ച് മൊഹബത്ത് കാ സർബത്ത്. ഗൈസ് പിന്നെന്ന് പറയാനായിട്ട് നമ്മൾ ആദ്യം പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നാണ്. ഞാനിപ്പോ ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ സമയം എന്ന് ഉദ്ദേശിച്ച ഇപ്പൊ അറബ് കൺട്രി മൊത്തത്തിൽ ചൂടായി നിൽക്കുന്ന ഒരു സമയമാണ്. രാവിലെ 4 മണിയാകുമ്പോഴത്തേനും സൂര്യൻ വരും, 5 മണിയാകുമ്പോഴത്തേനും ചൂട് തുടങ്ങും. 6 മണി 7 മണിയാകുമ്പോഴത്തേനും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ചൂടാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവില്ല ഇതിന്റെ ഇടയ്ക്ക്. പിന്നെ ഉള്ളതാണ് ഈ കുക്കിങ്. പിന്നെ എനിക്ക് ഇച്ചിരി കുക്കിങ്ങിനോട് ഇച്ചിരി കമ്പമുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്യും, ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈ കുക്കിങ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ നമ്മുടെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ പാലുണ്ട്, മിൽക്കാണ്. അപ്പൊ നമുക്ക് തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം. ഗായ്സ് അപ്പൊ അമ്മ നമ്മുടെ വാട്ടർമെലൺ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പാലുണ്ട് ചേർത്ത് കൊടുക്കുന്ന. നമ്മ ഷുഗർ ചേർത്തിട്ടില്ല കേട്ടാ, എന്ന് പറഞ്ഞാൽ നമ്മ ഒഴിക്കുന്ന മിൽക്കിനകത്ത് ഓൾറെഡി അത്യാവശ്യം ഷുഗർ ഉണ്ട്. പിന്നെ എല്ലാരും മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുമ്പോഴത്തേനും എല്ലാരും റോസ് സിറപ്പ് ആഡ് ചെയ്യും കേട്ടോ. ഞാൻ റോസ് സിറപ്പ് ആഡ് ചെയ്യാറില്ല. കളറിന് വേണ്ടിയാണ് റോസ് സിറപ്പ് ആഡ് ചെയ്യണത്, എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഓൾറെഡി കളർ വരും, ഒരു പിങ്ക് കളർ. പിന്നെന്താ കുഴപ്പം? ഇതങ്ങോട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളൊക്കെ അങ്ങോട്ട് തണുത്തോളും. ഗായ്സ്
അപ്പോൾ നമ്മളെ റൈസ് നമുക്ക് അവൾ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ ആള് 2 കട്ട് ചെയ്ത്. ചിക്കനൊക്കെ വെറുതെ കിട്ടിലായിട്ട് വന്നിട്ടുണ്ടേ. നല്ല ചൂടാണ്. നമുക്കപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. ഗായ്സ്, നമുക്ക് ആദ്യം റൈസ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ മസാലയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് റൈസ് കഴിച്ചു നോക്കാം. ഗായ്സ് കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആള് ഫിലിപ്പീൻ സ്റ്റൈലാണ് കേട്ടോ. എന്തെന്നാ പറയണ്ട, ഒരു പുളിയും ചെറിയൊരു സ്പൈസും. പുളിയാണ്, ചെറിയൊരു സ്പൈസും. കൊള്ളാം. നമുക്ക് ചിക്കനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവരധികം മസാലകളൊന്നും യൂസ് ചെയ്യില്ല. ചിക്കനൊക്കെ റോയാണ്, കണ്ടില്ലേ? ഉള്ളിലേക്കൊന്നും മസാല ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ അതല്ല, റൈസ് കുക്കറിനകത്ത് വേവിക്കുന്നതുകൊണ്ട് റൈസ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വേവില്ല. അങ്ങനെ വേവിക്കല്ല, ഒരു 80% 85% മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ട് വരാം. ഗായ്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിനപ്പോഴത്തേക്കും നമ്മുടെ ആ മൊഹബത്ത് കാ സർബത്തും കൂടി എടുത്ത് നമുക്ക് ഒരു പിടുത്തം പിടിക്കാം. കൊള്ളാം. ചൂടായതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കുക, റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. കുക്ക് ചെയ്യുക, തിന്നുക. ഇനിയിപ്പോൾ 3-4 ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും. പിള്ളേരുണ്ട്, ഓട്ടം ചാട്ടവും ചൂണ്ടിടലും പിള്ളേരുടെ കൂട്ടത്തിൽ. 3-4 ദിവസം കഴിയുമ്പോൾ ഈ കോലമൊക്കെ മാറിക്കോളും. ഗായ്സ്, അപ്പം നമുക്ക് നമ്മുടെ പാത്രം കൊണ്ട് കൊടുത്തിട്ട് Isa, thank you for cooking. What kind of food this one? Kapsa. I think kapsa. Kapsa? Good. Thank you. Saudi person. Saudi? Yeah. Not Philippine. Not Philippine style. Not Philippine style? Not Philippine style. Philippines this? No, Saudi. Saudi. Okay. അത് ഫിലിപ്പീൻ സ്റ്റൈൽ അല്ലായിരുന്നു, സൗദി അറബികളുടെ ഒരു ഡിഷാ. അയ്യോ, എന്താണ്ടോ അവൾ പറഞ്ഞു. എന്തായാലും അപ്പം ഇനി ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. മേഡമൊക്കെ ഒരു 1:39. മേഡമൊക്കെ ഒരു 3:30 ഒക്കെ ആകുമ്പോൾ അവര് വരും. അപ്പം എന്തായാലും നമുക്കൊരു 2 hour ബൈ. നമ്മ നല്ല ഉറക്കമില്ലാത്ത ഇപ്പം തലവൊക്കെയാണ് എണീച്ചുള്ളൂ. സമയം 5. നമുക്കൊന്ന് മുഖമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം അമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് മുഖമൊക്കെ കഴുകി നമുക്കിനി ചായ കുടിക്കാം. നമുക്ക് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് പുറത്തെടുത്തിട്ടേ. നമ്മ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മ എടുത്തിട്ടുണ്ട്. അത് നമ്മ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണതിന് മുന്നേ ഇച്ചിരി ഉപ്പ് ചിക്കനിൽ വിതറണമായിരുന്നു. നമ്മ ആ കേസൊന്ന് വിട്ടുപോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇപ്പോഴായാലും ഉപ്പ് ഇട്ടാൽ മതി. കുറച്ച് ഉപ്പൊക്കെ ഇടാം എന്തായാലും ചിക്കനിൽ. അപ്പം അമ്മ ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പം അമ്മ നമ്മളെ ചിക്കൻ എടുത്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 210 വെക്കാം. ഒരു
10 മിനിറ്റ് 15 മിനിറ്റ് പ്രീ ഹീറ്റ് പിടിക്കാം. നമ്മ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കയറ്റിക്കിടണം. ജിമ്പലെടുത്തില്ല, കൈ തയ്യാറാണ്. ഇനി ഇവനെ തിരിച്ചും മടച്ചു വിട്ട് ഒരു 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ഒരു സൈഡും 20 മിനിറ്റ് മറ്റേ സൈഡും വെച്ച് നമുക്ക് 210 ഡിഗ്രിയിൽ അവനെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഗ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യൊന്ന് കുറച്ച് നേരം പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഐസി മരത്തിലൊരു ഫ്രൂട്ട് ഉണ്ടാവേ, ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞ്. ഗൈസ്, ഞാൻ പറഞ്ഞ ഫ്രൂട്ട് എവിടെ ഉണ്ട്? ചേട്ടാ ഒരെണ്ണം നിൽക്കുന്നുണ്ട് അതിനകത്ത്. വേണ്ട, ഇത് ഇച്ചിരി കൂടി വലുതാവേ. നമ്മപ്പം ഇങ്ങനെ നടന്ന് നമ്മുടെ ഒരു ദിവസം. ഇതൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ഈ തവണ പൂട്ടണ്ടേ. ഇതൊരു ആപ്പിൾ പോലത്തെ ഒരു ഫ്രൂട്ടാണ്. മറ്റേ സീസൺ കഴിഞ്ഞു, അപ്പോൾ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതും അത് തന്നെ, സൺസെറ്റ് അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് 20 മിനിറ്റ് ആയതുകൊണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിടണം. അപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ടാമത്തെ സൈഡ് ഇട്ടിട്ട് കരിക്കണ്ട, സ്വാഭാവികം റെഡിയായിട്ടുണ്ട്. പണി തീർന്നിട്ടില്ല, ഇനിയുണ്ടൊരു പണിയും കൂടി. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. കാലിലും പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ആ സോസ് കുറച്ച് ബാക്കിയിരിക്കുന്നില്ല, ആ സോസ് അതിൻ്റെ അടിയിലും മുകളിലായിട്ട് വെക്കേണ്ടതായിരുന്നു, പക്ഷെ വിട്ടുപോയി ഗായ്സ്. കുഴപ്പമില്ല, അടിയിലേക്ക് ഇറങ്ങി. ചിക്കൻ വേവിച്ച ചിക്കൻ്റെ ചെറിയ സ്റ്റോക്ക് നമുക്ക് ഇതിനകത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അതും കൂടെ നമുക്ക് നൈസായിട്ട് ഇതിനകത്തേക്ക് തന്നെ അങ്ങോട്ട് കഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കുക്കിങ്ങിന്റെ ഫൈനൽ പാർട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും കൂടി ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒരു 210 ടെമ്പറേച്ചറിൽ ഒരു 20 to 25 മിനിറ്റ്സും കൂടി ഈ സാധനം ഒന്നും കൂടി കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഡി ടു സെർവ്, റെഡി ടു ഈറ്റ്. അപ്പം മേഡം വന്നായിരുന്നു, വന്നപ്പോ തന്നെ കിട്ടി. അപ്പേ നമുക്ക് ഒന്ന് കടവരെ പോയിട്ട് ഇവിടെ അടുത്തൊരു ജമിയുണ്ട്, അവിടം വരെ ഒന്ന് പോയിട്ട് വേറെ ഒന്നുമല്ല, നമുക്ക് അൽഫാമിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുബൂസില്ല. അപ്പൊ നമുക്ക് കുബൂസ് മേടിച്ചിട്ട് ചൂടൻ കാറ്റ്. നമ്മുടെ നാട്ടിൽ പാലക്കാട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചൂളക്കാറ്റടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കടയിൽ പോയിട്ട് ഇന്നിപ്പോൾ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. ഇതിൻ്റെ അറ്റത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, കോസ്റ്റ കോഫി ഉണ്ട്. നമ്മളിപ്പോൾ കുറേ നാൾ ഇങ്ങനെ ബോട്ട് ഇടുന്നതിൻ്റെ ഉള്ളിലൊന്നും ഫിഷിങ് അലൗഡ് അല്ല കേട്ടാ. നിങ്ങൾ ആ സാധനം കണ്ട, ഇത് ഒരു ഫ്ലോട്ട് പോലെയാണ്. വെള്ളം കയറുന്നതിനനുസരിച്ച് പൊങ്ങി വരും, വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് അത് താഴ്ന്നു പോകും.
നമുക്ക് എന്തായാലും കാട്ടയിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിക്ക് വരുന്നുണ്ടോ നോക്കിയത്. ആയിസ് നമ്മ സ്റ്റിക്കറിന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇവന്മാരൊന്നും പ്രൈസ് ടാഗ് മര്യാദ വെക്കാത്ത, ഒറ്റത്തിലും പ്രൈസ് ടാഗ് മര്യാദ വെച്ചില്ല. ആയിസ് അപ്പം നമുക്ക് ബുസൊക്കെ മേടിച്ച് പവർ റോൾസും മേടിച്ച് അപ്പം ഞങ്ങൾക്ക് കുതിരപ്പവറായിട്ട് കിടക്കാം. എനർജി അവിടെ ചെന്ന് നമുക്ക് അൽഫാം കഴിക്കണ്ടേ, അപ്പം അതിനാ എനർജി കുത്തി കയറ്റിയതാ. ആയിസ് അപ്പം നമ്മുടെ ചിക്കനൊക്കെ നമ്മ കുക്കിംഗ് കഴിഞ്ഞു. പ്ലേറ്റ് നല്ല ചൂടുണ്ട്, പ്ലേറ്റിന് നല്ല ചൂടുണ്ട്. നമുക്കിതൊരു 4 പീസായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്തേക്ക് ചെറിയൊരു പരിപാടി വേണ്ടേ. നാരങ്ങ ഇടുക, വട്ടം മുറിക്കുക. ഇതിന്റെ മെയിൻ ഐറ്റം എന്ന് പറയണ നമ്മുടെ മറ്റേ കൊറിയൻഡർ ലീഫിന്റെ ആ ഒരു ഫ്ലേവറും പിന്നെ ഈ ലെമണിന്റെ പുളി ആയിരിക്കോട്ടെ. ലെമണിന് ചാറില്ലേ ഗൈസ്, ഇവിടുത്തെ ലെമൺ ഇങ്ങനെ കേട്ടാ, ചാറുണ്ടാവില്ല. ഐസ് അപ്പം നമുക്ക് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയല്ലേ, നമ്മുടെ ഗോവൻ സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യണേ. വൗ നൈസ്. ആ സോസും നമ്മുടെ നാരങ്ങയുടെ ഫ്ലേവറും അടിപൊളിയായിട്ടുണ്ട്. നല്ലപോലെ വെന്തുണ്ട്. നമുക്ക് ഇതൊരു കുബൂസ് എടുത്ത് വെച്ച് ആ കുബൂസിൻ്റെ കൂടെ കഴിക്കാം. കുബൂസ് ചിക്കൻ എടുക്കുക, ആ സോസിലൊന്ന് ഡിപ്പ് ചെയ്യാം. അടിപൊളി, ഒന്നും പറയാനില്ല. ഇല്ല പൊന്നടാവേ കിടുക്കാച്ചായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ഒരു അൽഫാമാണ്. ഗായ്സ്, അപ്പൊ നമ്മളെ ചിക്കൻ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമുക്ക് വേറൊരു സങ്കടമുണ്ട്. ഇന്നാണെങ്കിൽ ഫിഷ് നല്ല ആക്ടിവിറ്റി ഉള്ളൊരു ദിവസമാണ്. ഇന്ന് ബിഗ് ക്യാച്ച് നോട്ടിഫിക്കേഷൻ വന്ന ദിവസം നമുക്ക്, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.